നമസ്കാരം. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 89,480 രൂപയാണ്. 22 കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത്. ഇതേ സ്വർണം ഗ്രാമിന് 11,185 രൂപയാണ്. സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നതിനാൽ പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. അതേസമയം സ്വർണത്തിൽ നിക്ഷേപിച്ച് പണം കൊയ്യാൻ കൊതിക്കുന്നവരുമുണ്ട്. വലിയ തോതിൽ വില ഉയർന്നിരിക്കുന്ന ട്രെൻഡ് ഇപ്പോൾ മാറി. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണിപ്പോൾ. ആഭരണം വാങ്ങുന്നത് ഒരു തരത്തിൽ മണ്ടത്തരമാണെന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. കാരണം വാങ്ങുന്ന വില വിൽക്കുമ്പോൾ കിട്ടില്ല എന്ന് തന്നെ. ഒരു പവന് ഏകദേശം 10,000 രൂപയോളം നഷ്ടം നേരിടും. എന്തിന് ഇത്രയും തുക വെറുതെ കളയണം എന്നാണ് അവരുടെ ഉപദേശം. അതേസമയം ആഭരണങ്ങളോട് ഭ്രമമുള്ളവർക്ക് മറ്റു വഴികളില്ല. ആഭരണം വാങ്ങിയേ തീരൂ എന്നുള്ളവർക്ക് കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണത്തെ ആശ്രയിക്കാം. ഈ ആഭരണങ്ങളിൽ സ്വർണത്തിന്റെ അംശം കുറയും, അതോടൊപ്പം വിലയും കുറയും. അത്തരം സ്വർണത്തിന്റെ വില കൂടി അറിയേണ്ടതുണ്ട്. അതായത് വിൽക്കുന്ന വേളയിലും ഇതേ മൂല്യ വ്യത്യാസം ഉണ്ടാകും. വാങ്ങിയ സ്വർണം ഏതാണെന്ന് ഹോൾമാർക്കിംഗ് നോക്കിയാൽ മനസ്സിലാകും. 18 കാരറ്റ് സ്വർണം അത് ഗ്രാമിന് 9,195 രൂപയാണ് ഇന്നത്തെ വില. ഒരു പവന് 73,560 രൂപ. 14 കാരറ്റ് ഗ്രാമിന് 71,060 രൂപ. ഒരു പവന് 57,280 രൂപയാകും. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,620 രൂപയാണ് വില. ഒരു പവന് 36,960 രൂപയും. ഇതെല്ലാം സ്വർണത്തിന്റെ വില മാത്രമാണ്. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി കൊടുക്കേണ്ടി വരും. ഏകദേശം 6,000 മുതൽ 7,000 രൂപ അധികം പ്രതീക്ഷിക്കാം. 24 കാരറ്റ് സ്വർണത്തിന്റെ മറ്റു ലോഹങ്ങളുടെ അംശം ഉണ്ടാകില്ല. ആഭരണം നിർമ്മിക്കുന്നതിന് ഈ സ്വർണം ഉപയോഗിക്കില്ല. അതേസമയം സ്വർണ്ണാഭരണങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന 22 കാരറ്റിൽ 91.6% സ്വർണവും ബാക്കി ചെമ്പുമായിരിക്കും. 18 കാരറ്റിൽ 75% സ്വർണം. 14 കാരറ്റിൽ 58%, 9 കാരറ്റിൽ 37.5% സ്വർണം. കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ജ്വല്ലറി ഉടമകളുടെ സംഘടനയാണ്. രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില ഡോളർ, രൂപ, വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് വില തീരുമാനിക്കുക. നേരത്തെ ഓരോ ദിവസവും രാവിലെയാണ് വില പുതുക്കി നിശ്ചയിക്കാറുള്ളത്. എന്നാൽ സമീപകാലത്ത് ഒരു ദിവസം 2 തവണ വിലയിൽ മാറ്റം വരുന്നുണ്ട്. ഇന്ന് ഒരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 2 മുതൽ 4% വരെ കുറച്ചുള്ള സംഖ്യയാണ് ജ്വല്ലറികൾ നൽകുന്നത്. തങ്കത്തിന്റെ വില നോക്കിയാണ് പഴയ സ്വർണത്തിന്റെ വില കണക്കാക്കുക. മിക്ക ജ്വല്ലറികളും പഴയ സ്വർണം സ്വീകരിക്കാൻ മടിക്കുകയാണ്. പണം നൽകുന്നതിന് ഒരാഴ്ച കഴിഞ്ഞുള്ള അവധി അത് പറയുകയും ചെയ്യുന്നു. അതേസമയം സ്വർണ്ണ വിൽപ്പനയ്ക്ക് കുറവില്ല. ആഭരണം എന്നതിനേക്കാൾ ബാർ അല്ലെങ്കിൽ കോയിൻ, ഡിജിറ്റൽ ഗോൾഡ് എന്നിവയായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.